എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോ സിംഹ ആസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്ന ഒരു വിഷയമെന്ന് വെച്ചാൽ മനസ്സിൽ തെളിയുന്ന ഒരാഗ്രഹം, അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാകുന്ന ഒരാഗ്രഹം, നമുക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരാഗ്രഹം, അത് നടത്തിയെടുക്കാൻ, അതെന്തുമാവട്ടെ, ജോലി സംബന്ധമായിട്ട്, സമ്പാദ്യമായിട്ട്, അങ്ങനെ എന്ത് തന്നെ ആവട്ടെ, വീട്ടിൽ ഐശ്വര്യം നിറയാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്ത് തന്നെ ആവട്ടെ, നമ്മളുടെ മനസ്സിലെ ആ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട്, ആ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മന്ത്രവും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രതിവിധികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. നമ്മൾ വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് കത്തിക്കാറില്ലേ? ആ നിലവിളക്കിന് മുന്നിലാണ് ഈ ഒരു പൂജ സമർപ്പിക്കേണ്ടത്. ഈ ഒരു പൂജ അല്ലെങ്കിൽ ഈ ഒരു പ്രതിവിധി ചെയ്യുന്നതിന് മുൻപായിട്ട് പൂജാമുറി വൃത്തിയായി തുടച്ച് കഴുകി ഇറക്കണം. ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, വിളക്ക്, താലം, അതുപോലെ തന്നെ കിണ്ടി, നമ്മൾ ചന്ദനത്തിരി കുത്തുന്നത് തട്ട്, ഇവയെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം. രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പൂജാമുറി വൃത്തിയാക്കിയതിന് ശേഷം നിലവിളക്കും എല്ലാം അടുക്കി വെച്ച് പുഷ്പങ്ങളൊക്കെ തട്ടിലാദ്യം നിരത്തണം. അതായത് താലത്തിൽ പുഷ്പങ്ങൾ താലത്തിൽ നിരത്തണം. അതിനു മുന്നേ നമ്മളുടെ കയ്യിൽ ഒരു 5 രൂപ നാണയം എടുത്ത് എപ്പോഴും കരുതിയേക്കണം. ഈ 5 രൂപ നാണയത്തിലാണ് നമ്മളിനി പറയാൻ പോകുന്ന പൂജാതി കർമ്മങ്ങളെല്ലാം തുടങ്ങുന്നത്. നിലവിളക്ക് എല്ലാ വിധിപ്രകാരം പോലെ ഒരുക്കുക. നമ്മളെങ്ങനെയാണോ നിലവിളക്ക് ഒരുക്കുന്നത് അതുപോലെ ഒരുക്കുക. നിലവിളക്ക് ഒരുക്കിയതിന് ശേഷം നമ്മളുടെ കയ്യിലിരിക്കുന്ന 5 രൂപ നാണയത്തിട്ട് നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഏത് ഈശ്വരനെയാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ ഈശ്വരനെ മനസ്സിലേക്ക് കൊണ്ടുവരണം, ആവാഹിക്കണം. നമ്മളുടെ കുലദേവതകൾ, നമ്മളുടെ ഭൂമിദേവി, നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ, ഉപദേവതകൾ, നമ്മളുടെ നാട്ടിലെ പ്രതിഷ്ഠകൾ, കാവുകൾ, ഇതിനെയെല്ലാം, ഈ ദേവന്മാരെയും ദേവികളെയും നമ്മളെല്ലാം മനസ്സിൽ ആവാഹിച്ചതിന് ശേഷം ഈ 5 രൂപ നാണയത്തിട്ട് വിളക്കിനടിയിൽ, വിളക്ക് വെച്ചിരിക്കുന്ന താലത്തിന് നടുവിലായിട്ട് വെക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം ഈ നിലവിളക്ക് 5 രൂപ തട്ടിന് മുകളിൽ വെക്കണം. അതായത് നിലവിളക്കിന് കീഴിലായി, അടിയിലായി 5 രൂപ തൊട്ട് വെക്കണം. അതിനുശേഷം നിലവിളക്ക് കൊളുത്തി നമ്മളുടെ മനസ്സിലെ ആഗ്രഹം പറയണം. 11 തവണ ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം ഉച്ചരിക്കണം. നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം 11 തവണ ഉച്ചരിക്കണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഈ മന്ത്രം 11 വട്ടം ചൊല്ലണം, ജപിക്കണം. ഉറപ്പായും നമ്മൾ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് ആ കാര്യം നടന്നിരിക്കും. ഇത് ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തു നോക്കൂ, ഉറപ്പായും ഫലമുണ്ടാവും. നമ്മളുടെ കടബാധ്യതകൾ മാറാനാണ്, നമ്മളുടെ വീട്ടിൽ ഐശ്വര്യങ്ങൾ വരും, ധനസമ്പാദ്യത്തിനുള്ള വഴികൾ തെളിയും, അമിതമായിട്ട് കയ്യിൽ നിന്ന് പണം ഇറങ്ങിപ്പോകുന്നത് തടയും, കുടുംബത്തിൽ ഐശ്വര്യം വരും. ഉറപ്പായും ഈ മന്ത്രം 11 തവണ ഞാൻ ഈ പറഞ്ഞ വൃത്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യുകയാണെങ്കിൽ ഫലം ഉറപ്പാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.